ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതെ മേഘ, ഞാൻ തന്നെ. നിന്റെ ചേച്ചി ലയ തന്നെയാണിത്. വിഷ്ണുപ്രിയ എന്ന ലയ. ഇതെല്ലാം കാണുന്ന മാന്യതയും യാഷും പ്രതയും ഋഷിയുമെല്ലാം ഞെട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ലയയെ കണ്ട മേഘ പെട്ടെന്ന് ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. വിഷ്ണുപ്രിയ മേഘയെ പുഞ്ചിരിയോടെ ചേർത്ത് നിർത്തി. മേഘ ലയയുടെ നെറ്റിയിൽ ചുംബിച്ചു. ചേച്ചി, നിന്നെയും വിക്രാന്തിനെയും ആ സീമ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നീ എങ്ങനെ തിരിച്ചു വന്നു? മേഘ, നിനക്കറിയില്ലേ ഞാൻ എത്ര തവണ മരിച്ചതാണ്. പക്ഷേ മഹാദേവന്റെ അനുഗ്രഹം എന്റെ കൂടെയുണ്ട്. ആ സീമ എന്നെ കൊന്നെന്ന് നിന്നോട് പറഞ്ഞത് ശരിയാണ്. പക്ഷേ എനിക്ക് വീണ്ടും ഒരു ജന്മം തന്നത് മഹാദേവനാണ്. മരിച്ച ദിവസങ്ങൾക്ക് ശേഷം കടൽ തീരത്തെ ഒരു സ്ത്രീ പ്രസവിച്ചത് എന്റെ പുനർജന്മത്തെ ആയിരുന്നു. ഈ ലയ അങ്ങനെ വിഷ്ണുപ്രിയയായി വീണ്ടും ജനിച്ചു. പക്ഷേ ഞാനൊരു മനുഷ്യ സ്ത്രീയായി വളർന്നു. എന്റെ 25-ാം വയസ്സിലാണ് ഞാൻ ഒരു മത്സ്യകന്യകയാണെന്നും എന്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുമെല്ലാം തിരിച്ചറിയുന്നതും. എന്റെ 25-ാം പിറന്നാൾ അത് ഇന്നലെയായിരുന്നു മേഘ. എന്റെ പൂർവ്വകാല ജന്മം തിരിച്ചറിഞ്ഞ ഞാൻ നിന്നെ സഹായിക്കാനായി വന്നില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കാനായാണ് പോകേണ്ടത്? ഈ ജന്മത്തിൽ ഞാൻ വിഷ്ണുപ്രിയയാണ്. പക്ഷേ ഞാൻ നിന്റെ ചേച്ചിയല്ലാതെ ആകുന്നില്ലല്ലോ. ലൈ ചേച്ചി വന്നിട്ടുണ്ട് മേഘ. ഇനി ദുഷ്ടതകൾക്ക് സ്ഥാനമില്ല. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ പ്രതയുടെ നേരെ നോക്കി. ഇതാണല്ലേ നിന്റെ മകൾ? മോളെ പ്രത, വാ, എന്റെ അടുത്തേക്ക് വാ. പ്രത ലയയുടെ അടുത്തേക്ക് വന്നു. പ്രതയുടെ മുഖത്ത് തലോടിക്കൊണ്ട് വിഷ്ണുപ്രിയ പറഞ്ഞു, എന്റെ മേഘയുടെ മകൾ, അതായത് എന്റെ മകൾ. ഇത്രയും ലയ പറഞ്ഞപ്പോൾ പ്രത വല്യമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ലയയെ കെട്ടിപ്പിടിച്ചു. വിഷ്ണുപ്രിയ പ്രതയുടെ നെറ്റിയിൽ ചുംബിച്ചു. പേടിക്കണ്ട മോളെ, ഞാൻ മത്സ്യലോകത്ത് നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നതും. നമ്മൾ തന്നെയായിരിക്കും ജയിക്കാനായി പോകുന്നത്. ലയയെ കണ്ട സന്തോഷത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ മേഘ ഒരു നിമിഷം ആലോചിച്ചു. എല്ലാം ഇന്നലെ നടന്ന ഒരു സ്വപ്നം പോലെ അവൾ ഓർത്തെടുത്തു. സത്യങ്ങൾ മനസ്സിലാക്കി മേഘ ലയയെ കെട്ടിപ്പിടിച്ചു. ലയ ചേച്ചി, ചേച്ചിയുടെ ഈ മുഖം കാണുമ്പോൾ, സൗന്ദര്യ ദേവതകൾ പോലും തോറ്റു നിൽക്കുന്ന ഈ അപ്സരസിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതേ മേഘ, 3 പ്രാവശ്യം ജനിച്ചവളാണ് ഈ ഞാൻ. ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഭാഗം ജയിക്കും മേഘ. മേഘ, നിനക്കും മാന്യതയ്ക്കും എനിക്കും കൂടി കിഴക്ക് ഭാഗത്തേക്ക് പോകാം. ഇവർ മൂവരും പടിഞ്ഞാറോട്ട് പോകട്ടെ. ശരി ചേച്ചി. ഇത്രയും പറഞ്ഞ് അവരെല്ലാവരും 2 വർഷത്തേക്കായി പിരിഞ്ഞു. സീമ ഇതേ സമയം പൂജാ സാധനങ്ങൾ വാങ്ങാനായി ഗുഹയ്ക്ക് പുറത്തേക്കിറങ്ങി കാട്ടിലൂടെ ഒളിച്ചും പാത്തും നടക്കുകയായിരുന്നു. സീമ ചെന്ന് പെട്ടത് മേഘയുടെയും ലയയുടെയും മുൻപിലായിരുന്നു. മാന്യത പെട്ടെന്ന് സീമയുടെ അരികിലേക്ക് പോയി അവളുടെ കാരണമടിച്ച് പുകച്ചു. ഹെടി, എന്ത് ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തിട്ടാ എന്റെ 2 മക്കളെ നീ കൊന്നു കളഞ്ഞത്? സീമ പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങവേ ലയ ഒരു മത്സ്യകന്യകയായി മാറി അവളെ വാൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി. എവിടേക്കാടി നീ ഓടുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ലയ മേഘയോടായി പറഞ്ഞു. മേഘ, പൂർത്തിയാക്കും നിന്റെ പ്രതികാരം. നിന്റെ മഹിയേട്ടനെ കൊന്നതിന്, കുടുംബം മുഴുവൻ നശിപ്പിച്ചതിന്, കുഞ്ഞിനെ മാറ്റിയതിന്, തട്ടിക്കൊണ്ടുപോയതിന് ഇവളെ ഇഞ്ചിഞ്ചായി കൊല്ലു മേഘ. മേഘ പെട്ടെന്ന് സീമക്കരികിലേക്ക് നടന്നു. സീമ, നീ എന്റെ ഭർത്താവിനെ കൊന്നിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇക്കാലം അത്രയും ഞാൻ കാത്തിരുന്നത് നിന്നെ നേരിട്ട് ഇങ്ങനെ ഒന്ന് കാണാനായിരുന്നു. ഇപ്പോൾ ഇതാ നിന്നെ എന്റെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നിന്റെ മരണമാണ്. നീ എന്റെ കൈകൊണ്ട് മരിക്കാൻ പോവുകയാണ്. പുനർജന്മം എടുത്തും പ്രേതമായി വന്നുകൊണ്ടും പോലും നീ ഇനി തിരികെ വരാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മേഘ അവളുടെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് സീമയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആദ്യം ഞാനിതാ എന്റെ മഹിയേട്ടനെ നീ കൊന്നതിന് ശിക്ഷ തരാൻ പോകുകയാണ്. ഇത്രയും പറഞ്ഞ് സീമയുടെ വയറ്റിലേക്ക് മേഘ കത്തി കുത്തി കയറ്റി. സീമ വേദന കൊണ്ട് പുളഞ്ഞു. സീമയുടെ വയറിൽ ആ കത്തി കുത്തി ഇരിക്കവേ തന്നെ അതേസമയം മാന്യത തന്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് സീമയെ മുതുകിലൂടെ പിന്നിൽ നിന്നും കുത്തി. സീമയുടെ ശരീരം ഒരു നിമിഷം വില്ലുപോലെ വളഞ്ഞു. മുന്നിലും പിന്നിലും 2 കത്തികൾ തന്റെ ശരീരത്തിൽ തുളച്ചു കയറിയപ്പോൾ സീമയുടെ വായിൽ നിന്നും ചോര തുപ്പാൻ തുടങ്ങി. മാന്യത തുടർന്നു. ഇതെന്തിനാണെന്നറിയാമോ ഞാൻ നിന്നെ പിന്നിൽ നിന്ന് കുത്തിയത്? എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിൽ നിന്നും എന്നെ അകറ്റി എങ്ങനെയാണോ എന്റെ പിന്നിൽ നിന്നും നീ കുത്തിയത്, അതുപോലെ നിന്നെയും അതിന്റെ വേദന അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും മേഘ അവൾ കുത്തിയ കത്തി വലിച്ചൂരിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്റെ മഹിയേട്ടന്റെ കുടുംബത്തെ കൊന്നതിന്,
ഇത്രയും പറഞ്ഞ് സീമയുടെ തല പിടിച്ച് അവിടെയുള്ള ഒരു മരത്തിലേക്ക് ഇടിച്ചുകൊണ്ട് അവളെ മേഘ തറയിലേക്കിട്ടു. സീമയുടെ നെറ്റി പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മാന്യത സീമയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും വലിച്ചു കഴിച്ചുകൊണ്ട് പോയി അവളുടെ ഒരു കണ്ണിലേക്ക് കത്തി കുത്തി ഇറക്കി. സീമ അലറി വിളിച്ചു. അത് കണ്ടു നിന്ന മേഘ പോലും ഒരു നിമിഷം ഞെട്ടി. മത്സ്യറാണിയുടെ പ്രതികാര കഥയിൽ ഇനി അവസാന 3 എപ്പിസോഡുകൾ കൂടി മാത്രം. മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റിൽ.